നമ്മുടെ രാജ്യത്തിനെതിരായ ഒരു വലിയ അട്ടിമറി, അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ആരും മറന്നിട്ടില്ല, കഴിഞ്ഞ വർഷം നവംബർ 21-ന് ദുബായിലെ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന എയർ ഷോയിൽ വെച്ച് നമ്മുടെ അഭിമാനമായ തേജസ് വിമാനം തകർന്നു വീണു. നമ്മുടെ പൈലറ്റ് മരിച്ചു. നമാൻ സ്യാൽ എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരനായ പൈലറ്റ് അപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിന് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. നമ്മൾ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒന്നാണ് നമ്മുടെ തേജസ് വിമാനങ്ങൾ. തേജസ് വിമാനത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ പങ്കെടുക്കുന്ന അഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യൻ വിമാനം പങ്കെടുത്തത്. ഇത് ഈ നമ്മുടെ തേജസ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും വിമാനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഏറ്റവും മികച്ച വിമാനങ്ങളിൽ ഒന്നാണെന്ന് കണ്ട് അതിന്റെ വിപണി ഉറപ്പാക്കുക കൂടി നമ്മുടെ ലക്ഷ്യമായിരുന്നു. പക്ഷേ ആ വിമാനം തകർന്നു വീണത് വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ്. നമുക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഒരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു നവംബർ 21. പക്ഷെ ഇപ്പോൾ പറയുന്നത് ആ വിമാനം അന്ന് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി തകർന്നതല്ല, ഇതിന്റെ പിന്നിൽ ചില അട്ടിമറികൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ, സംശയങ്ങളൊക്കെ വന്നിരുന്നു. അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നിട്ടുണ്ട്, അല്ലേ? അതെ അതെ അത് നമ്മളിപ്പോ ഞാനിത് എനിക്ക് കേൾക്കുമ്പോ പേടിയാവുന്ന കാര്യം, ഈ PSLV തകർന്നു വീണില്ലേ? സുനിൽ അന്ന് പറഞ്ഞു PSLV. ഞാൻ അന്ന് അവിടെ വന്നപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അതില് സുനിൽ പറഞ്ഞു ഇത് അട്ടിമറി ഉണ്ടാവും. കാരണം ഇത്രമാത്രം എന്താ പറയണേ, പ്രൂവൺ ആൻഡ് ടെസ്റ്റ് ഇതായിട്ടുള്ള ഇന്ത്യയുടെ വർക്ക് ഹോൾസ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ചറാണ് PSLV. ഇത് അങ്ങനെ തകരില്ല. ഇതിന്റെ പിന്നിൽ എന്തോ അട്ടിമറി ശ്രമങ്ങളുണ്ട്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ സുനിലിന് അറിയാലോ, നമ്മളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇവിടെ ഡൽഹിയിൽ ഇവിടെ തിരുവനന്തപുരത്ത് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിന്റെ ഇത് നടത്തി എന്തൊക്കെയോ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിവരം പുറത്ത് വന്നിട്ടില്ല. ഈ തേജസ് വിമാനം ദുബായിൽ തകർന്നു വീണപ്പോഴും സുനിലാണ് ആദ്യം പറഞ്ഞത് ഇത് അട്ടിമറി തന്നെയാണ്, ഇത് യാതൊരു സംശയമില്ല, ദർ ഇസ് സംതിങ് റോങ്, ഇതിന്റെ പിന്നിൽ എന്തോ അട്ടിമറി ഉണ്ടെന്ന്. കാരണം ഞാൻ അത് കഴിഞ്ഞ് മറ്റേ മലയാള പത്രങ്ങളിലൊക്കെ നോക്കിയപ്പോ അവർക്ക് മട്ടില് ഒരു വിമാനം തകർന്നു വീണു, ഇന്ത്യക്ക് ക്ഷീണമായി എന്നുള്ള ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തില്ല. ഇതാ ഇപ്പോ അറിയണത് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. അത് ആ വിവരം മലയാള മാധ്യമങ്ങളെ കൊടുക്കാത്തതിന് കാരണമുണ്ട്. അത് ഞാൻ പറയാൻ ശ്രമിക്കും. അതായത് ഈ തേജസ് വിമാനത്തിന് അതിന്റെ മാർക്ക് 1A വിമാനത്തിന് നൽകിയ ഓരോ ഈ വിമാനത്തിന് ഉപയോഗിക്കുന്ന കമ്പോണൻസ് ഇല്ലേ, ഘടകങ്ങളില്ലേ, ആ ഘടകങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് മൊത്തം വ്യാജമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്. അത് ശരി. അപ്പൊ വിമാനത്തിൽ ഉപയോഗിക്കുന്ന നട്ടും ബോൾട്ടും തൊട്ട് അങ്ങേറ്റം വരെ പല കമ്പോണൻസും ഉണ്ട്. അത് മുഴുവനും പലവട്ടം ടെസ്റ്റ് ചെയ്ത് അതിന്റെ എയർ വർത്തിനെസ് എന്ന് പറഞ്ഞാൽ ഇത് വിമാനം പറപ്പിക്കാനും എക്സ്ട്രീം കണ്ടീഷൻസിൽ ഈ കമ്പോണൻസിന് ഒരു കേടും വരില്ല എന്നും ഉറപ്പ് വരുത്തിയിട്ട് അത്രയും ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഉറപ്പ് കിട്ടിയിട്ടാണ് ഈ കമ്പോണൻസ് ആ വിമാനത്തിലേക്ക് അപ്പൊ ഇതില് ഏതാണ്ട് 172 ഘടകങ്ങള് ടെക് എയ്റോ ഡിവൈസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ഹൈദരാബാദില്. അവരാണ് മാർച്ച് 22 തൊട്ട് സെപ്റ്റംബർ 23 വരെ 172 ഘടകങ്ങൾ നൽകിയത്. ടെക് TECH ടെക് എയ്റോ ഹൈദരാബാദ് ടെക് എയ്റോ. അതെ അതെ. അവര് അതിൻ്റെതായ 199 ടെസ്റ്റ് റിപ്പോർട്ടും അതിൻ്റെ ഒപ്പം നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോ കമ്പോണന്റ് കൊടുക്കുമ്പോഴും ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കണം. കാരണം ഇതിന് പറയുന്ന മുഴുവൻ ടെൻസൈൽ സ്ട്രെങ്ത്, അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റലിന്റെ അല്ലെ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് എത്രയാണ്, എനിക്ക് മലയാളം അറിയില്ല, ടെൻസൈൽ സ്ട്രെങ്ത് എന്നൊക്കെ പറയേ, ബ്രേക്ക് ലോഡ് എന്നൊക്കെ പറയും. അപ്പൊ അതെല്ലാം എക്സ്ട്രീം കണ്ടീഷൻസിനകത്ത് ഇട്ടിട്ടാണ് എക്സെപ്ഷനലി ഗുഡ് ക്വാളിറ്റി ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഘടകങ്ങള് വിമാനത്തിലേക്ക് ചേർക്കുള്ളൂ, ഇന്റഗ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോ ഇപ്പൊ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബാംഗ്ലൂർ, അവിടെയാണല്ലോ വിമാനം ഫൈനൽ അസംബിൾ ചെയ്യുന്നത്. അവര് പറയുന്നത് ഈ ടെക് എയ്റോ ഡിവൈസ് നൽകിയ സർട്ടിഫിക്കറ്റ് മൊത്തം വ്യാജമാണെന്നാണ്. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടണം. HAL ഈ ടെക് എയ്റോ ഡിവൈസിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇത്ര 172 സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, ഫൈൻ, ഇതിന്റെ ഒറിജിനൽ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഒറിജിനൽ ഞങ്ങളുടെ കയ്യിലില്ല, അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, മിസ്സിംഗ് ആണെന്ന് എന്തൊക്കെ പറഞ്ഞു.
ഉടനെ ടെസ്റ്റ് നടത്തിയതും ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ്, ആക്സിസ് ഇൻസ്പെക്ഷൻ സൊല്യൂഷൻ, AXIS. വാർത്താ ഏജൻസിയുടെ ആക്സിസ് അല്ലേ, AXIS, ആക്സിസ് ഇൻസ്പെക്ഷൻ സൊല്യൂഷൻ. അവരോട് HAL ബന്ധപ്പെട്ടപ്പോ പറഞ്ഞതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം, ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ടെക് കെയർ ഓഫ് ഡിവൈസ് നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ കെയർ ഓഫിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കേസ് കൊടുത്തിട്ടുണ്ട്, വഞ്ചനയ്ക്കും വ്യാജരേഖ ചമയ്ക്കലിനും എതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ 2024 മാർച്ച് മാസത്തിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ ടെക് എയറോ ഡിവൈസിനെ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു, കരിമ്പട്ടികയിൽ പെടുത്തി. കരിമ്പട്ടിക എന്ന് പറയും. സാർ, ഇത് പറയുമ്പോൾ ഇവര് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ള ഒരു ചെറിയ സംഭവം അല്ല ഇത്. നമ്മളെ സംബന്ധിച്ച് അതെ 4.5 ജനറേഷനിലുള്ള ഒരു ലഘു യുദ്ധവിമാനമാണ് തേജസ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങളിൽ ഒന്നാണെന്നുള്ള അഭിമാനപൂർവ്വം ലോകത്തിന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ച നമ്മുടെ വിമാനം തകർന്നപ്പോൾ ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു ഇമേജ് നഷ്ടം, 2 നമുക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, അതിലൊക്കെ ഉപരി നമ്മുടെ ഏറ്റവും മികച്ച ഒരു പൈലറ്റിന്റെ ജീവഹാനി, ഇത് നമുക്ക് പൊറുക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ ഒരു ഹൈദരാബാദ് കമ്പനി മനഃപൂർവ്വം ഉണ്ടാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ മൂലം വന്നു എന്നല്ലേ പറയുന്നത്? അതെ 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 അത് ഞാനിത് എപ്പോഴും ഓർക്കുന്നുണ്ട്. ദുബായിൽ ആ വിമാനം തകർന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സുനിൽ അന്ന് വളരെ അപ്സെറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആസ് എ കൺസേൺഡ് സിറ്റിസൺ യു ആർ വെരി മച്ച് അപ്സെറ്റ്. കാരണം ഒരു തമാശ അതൊന്നും പറയാനായിട്ടുള്ള മാനസിക സ്ഥിതിയിലായിരുന്നില്ല, വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. അതെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഏറ്റവും അത്യാധുനിക വിമാനങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവ് ജി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു അഭ്യാസം. കുത്തനെ താഴേക്ക് വന്നിട്ട് വിമാനം നേരെ മുകളിലേക്ക് പോകുന്നതാണ് ഈ നെഗറ്റീവ് ജി ഫോഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്തരം ഒരു അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കെ അത് അസാമാന്യ പാടവം വേണ്ടുന്ന അസാമാന്യ ശേഷിയുള്ള വിമാനങ്ങൾ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിമാനം തകരുന്നത്. അപ്പൊ നമ്മൾ ഞെട്ടിപ്പോയി. ഇനിയിപ്പോ കൂടുതൽ പ്രശ്നം വരുമ്പോ എന്താണെന്ന് വെച്ചാൽ ഇവര് 2024 മാർച്ച് മാസം മുതൽ 3 വർഷത്തേക്കാണ് കരിമ്പട്ടികയിൽ പെടുത്തിയേക്കുന്നത്. അതായത് മാർച്ച് 27 വരെ. അവര് ലൈഫ് ലോങ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതല്ലേ സുനിൽ? അത് ഇത്രയും പിന്നെ അത് മാത്രമല്ല, ഈ തേജസ് മാർക്ക് 1A പദ്ധതി ഇതിന് 2 വർഷത്തിൽ കൂടുതലായി വൈകിയിരിക്കുന്നു. അതെ 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 നമ്മുടെ ആദ്യത്തെ ഒരു വിമാനം ജയ്സാൽമീറിൽ തകർന്നു വീണ്ടിരുന്നു രാജസ്ഥാനില്. അതെ, 2024. ഈ കമ്പനിയില്ലേ ഈ സുഖോയ് വിമാനങ്ങളുണ്ട്, ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾക്കും പിന്നെ ഡോർണിയർ വിമാനങ്ങൾക്കും ഇതിനു മുമ്പ് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്, കമ്പോണൻസ് നൽകിയിട്ടുണ്ട്. സുഖോയ് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ടല്ലോ. അതെ അതെ ഈ ഡോർണിയർ നമ്മൾ നിർമ്മിക്കണ്ട, ബാംഗ്ലൂരിൽ നിർമ്മിക്കുന്ന വിമാനമാണ് ഡോർണിയർ. ഈ ഡോർണിയറിന്റെ കാര്യം പറയുമ്പോൾ വളരെ കഷ്ടം തോന്നി. ഞാൻ മദ്രാസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഡോർണിയർ വിമാനം കടലിൽ തകർന്നു പോണി, ബേ ഓഫ് ബംഗാളിൽ. ആ വിമാനം കിട്ടിയത് പിന്നെ 8 മാസം 9 മാസമൊക്കെ കഴിഞ്ഞിട്ടാ. അതിന്റെ പൈലറ്റുമാരും എല്ലാവരും അതിനകത്ത് ഉണ്ടായിരുന്നവര് മുഴുവൻ മരിച്ചു. അവരുടെ ഡെഡ് ബോഡി എന്ന് നമുക്ക് പറയാവുന്ന ഭാഗങ്ങൾ കിട്ടിയിട്ട് 7, 8, 9 മാസം കഴിഞ്ഞിട്ടാണ് കണ്ടമാനം ടെസ്റ്റ് അന്വേഷണം നടത്തിയ വിമാനം കണ്ടുപിടിക്കാനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയൊക്കെ വന്നിട്ടാണ് വിമാനത്തിന് വേണ്ടി സർവേ നടത്തിയത്. കിട്ടിയില്ല. അപ്പൊ ഈ ഡോർണിയർ ഒരു വിമാനമല്ല, 3-4 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഡോർണിയർ വിമാനങ്ങൾ. ഇവരാണ് അതിന് കമ്പോണൻസ് കൊടുത്തത്. അപ്പൊ ഇതിന്റെ എയർവർത്തിനെസ് സർട്ടിഫിക്കറ്റ് ഈ ഇഷ്യൂ ചെയ്തിട്ടുള്ള എയർവർത്തിനെസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം പറപ്പിക്കാൻ യോഗ്യമാണ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ദുർബലമാണെന്നുള്ളത് ഉറപ്പായി. ഇപ്പൊ ഈ ഹൈദരാബാദിലെ ഈ കമ്പനി ഇത്രമാത്രം 190-190ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുത്തത് എന്തിനായിരിക്കും? അതിപ്പോ അതുപോലെയാണ് തമാശ. ഒരു വലിയ ഒരു രഹസ്യം ചുരുളഴിയുന്ന ഇവിടെയാണ് സുനില്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? നമ്മൾ റാഫേൽ ഇടപാട് പ്രധാനമന്ത്രി കള്ളനാണ്. അതെ, ചൌക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞിട്ട് നാട് നീളെ പറഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു. സുപ്രീം കോടതി അയാളെ വിളിച്ച് വാൺ ചെയ്തു. അങ്ങനെ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇയാള് പ്രചാരണം നടത്തിയത്. ഓക്കെ അത് കഴിഞ്ഞ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഈ UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് ഗവൺമെന്റ്
നമ്മുടെ റഫാൽ കമ്പനിയായിട്ട് അഗ്രിമെന്റിൽ ഒപ്പിട്ടിരുന്നു. 140 വിമാനങ്ങളൊക്കെ അവിടുന്ന് ഡെസോൾട്ട് എന്താ പ്രൊനൗൺസ് അവരാണ് റഫാൽ നിർമ്മിക്കുന്നത്. അവരുടെ അടുത്തുനിന്ന് 140 വിമാനം എന്നിട്ട് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അഗ്രിമെന്റിനെ പറ്റി കേട്ടപ്പോൾ ആ അഗ്രിമെന്റ് റദ്ദാക്കി. കാരണം എന്തോ സംതിങ് റോട്ടൺ സംവെയർ എന്നുള്ളത് അദ്ദേഹത്തിന് അപ്പം മനസ്സിലായി. അതെ, അത് കഴിഞ്ഞ് എയർഫോഴ്സിലെ എയർ ചീഫിനെയും അതുപോലെ മുതിർന്ന പൈലറ്റുമാരുണ്ടല്ലോ, വൈദഗ്ധ്യം നേടിയിട്ടുള്ള പൈലറ്റ്, യുദ്ധവിമാനങ്ങൾ ഓടിക്കുന്ന പൈലറ്റുമാരും എഞ്ചിനീയർമാരെ അവരുടെയൊക്കെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഈ വിമാനം തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് മേടിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ വിമാനം എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് എനിക്ക് അത് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ വിമാനം മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ടി വരും സാർ. ഇവരങ്ങനെ തന്നെ ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് ഈ വിമാനം എന്താ പറയുക അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ രീതിയിലെ മോഡിഫിക്കേഷൻസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. പ്രധാനമന്ത്രി പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്ലൈ അവേ കണ്ടീഷനിൽ നേരിട്ട് ദസോ എയർവേസിന്ന് ഒരു 36 മേടിക്കാം. മനസ്സിലായില്ലേ? ബാക്കിയുള്ളത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെയാണ് ആദ്യത്തെ ഗഡുവിൽ 144 വിമാനം വേണ്ടാന്ന് പറയുകയും 36 വിമാനം മേടിക്കുകയും ചെയ്തത്. അപ്പൊ അത് പ്രധാനമന്ത്രി കാണാനായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇവിടെ വന്നു, ഇന്ത്യയിൽ വന്നു. എന്താ മൈക്രോൺ എന്നൊക്കെ പറഞ്ഞ എല്ലാം പറഞ്ഞു ഞങ്ങൾ ഫുൾ ഉറപ്പ് നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര സമരമായിരുന്നു. നരേന്ദ്രമോദി ചോർ ഹേ ചൌക്കിദാർ ചോർ ഹേ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ നഷ്ടത്തിലാക്കി അവർക്ക് കിട്ടേണ്ട എന്താണ് വർക്ക് വേറെ ആൾക്കാർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ദെൻ ഇപ്പൊ പ്രധാനമന്ത്രി ഈ അടുത്ത ആഴ്ചയിലൊക്കെ പോവുക ഫ്രാൻസിൽ. അപ്പൊ അവിടെ വെച്ചിട്ട് ചർച്ച നടത്തിയിട്ട് കൂടുതൽ അഗ്രിമെന്റ് ഒപ്പിടുകയും ഈ മറ്റേ ഈ റഫാൽ വിമാനങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള കരാറിൽ ഒപ്പിടുകയും ചെയ്യുക. ഏതാണ്ട് 3,25,000 കോടി രൂപയുടെ കരാറാണ് അവർ ഒപ്പിടാൻ പോണത് ഫ്രാൻസുമായിട്ട് ഇന്ത്യ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ റഫാൽ വിമാന ഇടപാടില് അന്നത്തെ രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന മനോഹർ പാരിക്കറിന്റെ പേര് വരെ ഈ രാഹുൽ ഗാന്ധി വലിച്ചഴിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം അസുഖം ബാധിതനായിട്ട് വീട്ടിൽ കിടന്നിരുന്ന ആളെ പോയി കണ്ടു കഴിഞ്ഞ് സുഖക്കേട് അന്വേഷിക്കാൻ വന്നാന്ന് പറഞ്ഞ് പോയ ആള് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഇതാ നോക്കി ഈ മനോഹർ പാരിക്കർ എൻ്റെ അടുത്ത് പറഞ്ഞു നരേന്ദ്രമോദി വരട്ടി കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ഡീലൊക്കെ ഒപ്പിടിപ്പിച്ചെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോ ഈ ഇവരെവിടുത്തെ വാർത്തകൾ ചാനലുകളൊക്കെ അത് വലിയ വാർത്തയാക്കി. അതേസമയം എന്തോ എത്ര നീചനാണ് ഈ മനുഷ്യന്. അയ്യോ മൈ ഗോഡ്, വിഷവിത്താണ്. വിഷവിത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ചത്തുപോകും ആൾക്കാര്. എന്നിട്ട് മനോഹർ പരീക്കർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു, ഇയാൾ എന്നെ അസുഖം അന്വേഷിക്കാനായിട്ട് വന്നതാണ്, ഞാൻ അയാളെ കണ്ടു എന്നുള്ളത് സത്യമാണ്, ഞങ്ങൾ ഒരു കാര്യം വേറെ സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം. ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെയുള്ള എല്ലാവരും അത് സപ്രസ് ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അറിയുന്ന ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. നമ്മുടെ സിനിമാ നിർമ്മാതാവൊക്കെയല്ലേ, വലിയ സിനിമാ നിർമ്മാതാവാണ് സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ മോഹൻലാലിലേക്ക്. സുരേഷ് കുമാറിന്റെ ജ്യേഷ്ഠൻ മോഹൻ കുമാർ പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ആണ് ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദിക്ക് പറഞ്ഞു കൊടുത്തതും ചെയ്യിപ്പിച്ചതൊക്കെ അദ്ദേഹമാണ് അഡ്വൈസറും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്, രാജ്യത്തിന്റെ തന്ത്രപരമായ കാര്യങ്ങളൊന്നും വിളിച്ച് പുറത്ത് പറയാൻ പാടില്ലാത്ത, ഇതിൽ കൂടുതൽ ട്രാൻസ്പാരൻസി ആവാൻ പറ്റൂല എന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ രാഹുൽ ഗാന്ധിക്ക് ഈ റഫാൽ വിമാനം വേണം എന്ന് ഇത്രമാത്രം നിർബന്ധം പിടിക്കാനുള്ള കാരണം എന്താ? വളരെ രഹസ്യങ്ങളുണ്ടെന്ന് തോന്നല്ലേ അതിനകത്ത്? അതെ, ഒന്ന് കമ്മീഷനാണ്, മറ്റൊന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ പക്കലുള്ള സാധനം ഏറ്റവും അഡ്വാൻസ്ഡ് ആവരുത്. കാരണം റഫാലിന് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതേപോലെ സോട്സ്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതെയാണല്ലോ വാങ്ങാൻ തീരുമാനിച്ചിരുന്നത്. എൻ്റെ അടുത്ത് എയർഫോഴ്സിലെ ഒരു സീനിയർ പൈലറ്റ് പറഞ്ഞ്, നിങ്ങൾ മാരുതി ഷോറൂമിൽ പോകുമ്പോൾ ഓക്കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കാറുണ്ട്,
ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കാറിന് എത്ര മോഡൽ ഉണ്ട്? 5 6 വേരിയന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേരിയന്റ് മേടിക്കാം. അതേപോലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേരിയന്റ് ആണ് മോദി വന്നതിന് ശേഷം ഞങ്ങൾ റഫാൽ കമ്പനിയിൽ നിന്ന് മേടിച്ചേക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് അത് മറക്കാതിരുന്നത്. അത് ഈ ഇവിടുത്തെ മാധ്യമങ്ങളെ മുക്കാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധി അന്ന് നടത്തിയ സമരം മുഴുവൻ ഒരു തിരിച്ചടിയായിട്ട് വരും എന്ന് പറയും. ഭദ്രകാളിനെ പിശാചി പിടിച്ചു എന്ന് പറയില്ലേ, ആ ഒരു കണ്ടീഷൻ ആവാൻ സാധ്യതയുണ്ട് സുനിൽ. അതുകൊണ്ടാണ് ഈ വിഷയം ബ്ലാക്ക് ഔട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ മാധ്യമങ്ങളെ പറ്റി കൂടുതൽ പറയാതിരിക്കുക ഭേദം. അല്ല, അങ്ങനെ വരുമ്പോൾ ഈ ഹൈദരാബാദ് കമ്പനി ഈ വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തതിന്റെയൊക്കെ പിന്നിൽ വേണമെങ്കിൽ പരോക്ഷമായി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും പങ്കുണ്ട് എന്ന് വേണേൽ സംശയിക്കാം. തീർച്ചയായിട്ടും സംശയിക്കുകയല്ല, അതൊരു ഘടകം, ഒരു വസ്തുത തന്നെയാണ് കേട്ടോ. അത് സംശയമല്ല, വസ്തുത തന്നെയാണ്. അത് ഒരു വസ്തു. ഇപ്പൊ ഇന്നിപ്പോ വേറൊരു വാർത്ത കണ്ടത്, ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച, അതായത് ടെക്നിക്കൽ നോളജോട് കൂടിയിട്ട്, ടെക്നിക്കൽ നോളജോട് കൂടി ഈ എന്താ മറ്റേ എയർബസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അവരുമായിട്ട് ഫ്രാൻസിലെ C295 എന്ന് പറഞ്ഞ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നിർമ്മിച്ചു. അതിന്റെ ഈ മാസം എപ്പോഴത്തെ അത് സർവീസിൽ ഇൻഡക്ട് ചെയ്യുക. പരീക്ഷ പറക്കൽ നടന്നു. അതെ, നമ്മൾ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച വിമാനം നിർമ്മിച്ചു. ഇന്ത്യയിൽ 40 എണ്ണമാണ് നിർമ്മിക്കാൻ. അത് ടാറ്റ ഗ്രൂപ്പാണ് നിർമ്മിക്കുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അവരും എയർബസും കൂടി ചേർന്നാണ് നിർമ്മിക്കുക. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല പർപ്പസിനും ഉപയോഗിക്കാവുന്ന വിമാനമാണ്. അത് ഈ ആത്മനിർഭർ ഭാരത് അല്ലെ മേക്ക് ഇൻ ഇന്ത്യ ഇതിന്റെ കൺസെപ്റ്റ് വെച്ച് പ്രാവർത്തികമാക്കിയതാണ്. അത് എത്ര പേർക്ക് ജോലി കിട്ടുകയെന്നറിയാം വിമാനം. അത് മാത്രമല്ല, നമ്മൾ വിദേശ നാണ്യം ലാഭിക്കാൻ നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കണ്ടല്ലോ. അതെ അതെ. ഇന്ത്യ വിമാനങ്ങൾ, അതായത് സൈക്കിളിൽ റോക്കറ്റ് കൊണ്ടു നടന്നിട്ടാണ് തുമ്പയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. അവിടെ നിന്ന് നമ്മൾ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. അതെ, വളരെ എന്തൊരു പ്രോഗ്രസ് ആ ശരിക്കും, എന്തൊരു അഭിമാനമാണ്. തീർച്ചയായിട്ടും. അത് ഈ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ 4400 ദിവസം 4300 ദിവസത്തെ ടെന്യൂർ ആസ് പ്രൈം മിനിസ്റ്റർ തുടർച്ചയായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഉയർത്തി കാട്ടാവുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. അയ്യോ, അത് വളരെ നല്ല ഒരു കാര്യമാണത്. പക്ഷെ ഏതായാലും സാർ, നമ്മൾ ഈ പറഞ്ഞ വിഷയമുണ്ടല്ലോ സാറ്, ഇപ്പോ ഈ തേജസ് വിമാനം ദുബായ് എയർ ഷോയിൽ തകർന്നു വീണതല്ല, അട്ടിമറിയാണെന്നുള്ള വാർത്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ, എക്കണോമിക് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്, ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലെ ഒരൊറ്റ മാധ്യമത്തിൽ അത് വാർത്തയില്ല. ഏഷ്യാനെറ്റ് തുടങ്ങിയ ടെലിവിഷനിലില്ല, പത്രങ്ങളിലില്ല. അത് വരില്ല. കാരണം ലീഡ് ന്യൂസ് ആവേണ്ടതാണ്, ഹെഡ്ലൈൻ ന്യൂസ് ആവേണ്ടതാണ് ഇത് മുഴുവൻ. അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ എല്ലാം അറിയാവുന്ന കുറെ ചാനൽ ചർച്ചാ തൊഴിലാളികൾ ഉണ്ടല്ലോ, അവർക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഈ ഒരു വിഷയം. ചെയ്യില്ലല്ലോ. രാജ്യത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഇവർ രാജ്യത്തിനെതിരെ നിൽക്കാൻ വേണ്ടി എന്ത് സാധ്യതയുണ്ടോ അത് പരിശോധിക്കുകയാണ് ചെയ്യുക. ഏതായാലും വലിയ സന്തോഷം സാർ, ഇത്രയും വലിയ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് സന്തോഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ സാർ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രതിരോധവും ഒക്കെയുമായി ബന്ധപ്പെട്ട, നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അറിവും നിരീക്ഷണ പാഠവും ഒക്കെ നമുക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അദ്ദേഹത്തിന്റെ ഈ ശബ്ദം കേട്ട് അത് ചെയ്യണം എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.